തോൽവിയിൽ മറുപടിയില്ലാതെ എം.വി. ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞുമാറുകയായിരുന്നു. പരാജയ കാരണം പരിശോധിക്കുമെന്നും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് തിരുത്തലുകൾ വരുത്തുമെന്നും വ്യക്തമാക്കിയ അദ്ദേഹം എന്നാൽ എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ തയ്യാറായില്ല. തോൽവിയെക്കുറിച്ച് പ്രാഥമികമായി ചർച്ച ചെയ്യാൻ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളും പാർട്ടിക്കെതിരായി നടന്ന വലിയ പ്രചാരവേലകളും പരിശോധിച്ചിട്ടുണ്ടെന്ന പൊതുവായ ഉത്തരം മാത്രമാണ് അദ്ദേഹം നൽകിയത്. ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ അദ്ദേഹം വാർത്താ സമ്മേളനം പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്തു. അടുത്ത 2 മാസത്തിൽ ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നുള്ളവരുടെ വരെ അഭിപ്രായം കേട്ടതിനു ശേഷമാകും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വിശദമായ അവലോകനം നടത്തുകയെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കുമെന്നത് സംബന്ധിച്ച് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. LDFന് കിട്ടിയത് 37.6% വോട്ടാണ്. അത് താരതമ്യേന കുറവാണ്. മുമ്പും ഇത്തരത്തിൽ വോട്ട് കുറഞ്ഞപ്പോൾ തിരുത്തലുകൾ നടത്തി പാർട്ടി തിരിച്ചു വന്നിരുന്നു. മെയ്, ജൂൺ മാസങ്ങളിൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിളിച്ചു ചേർത്ത് എല്ലാ അംഗങ്ങളും പറയുന്നത് കേൾക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. പ്രവർത്തകർക്ക് നിർഭയമായി അവരുടെ ഘടകങ്ങളിൽ അഭിപ്രായം പറയാൻ അവസരമൊരുക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്ത് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റികളും ചേരും. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്ത് ഏരിയ കമ്മിറ്റികൾ ചേർന്ന് അഭിപ്രായ സമന്വയം നടത്തും. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്ത് ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്ത് ബ്രാഞ്ച് കമ്മിറ്റികളും ചേരും. ഈ യോഗങ്ങളിലെ അഭിപ്രായം കൂടി പരിഗണിച്ചാകും തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തുകയെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടായതെങ്കിലും ഇതിലും വലിയ പ്രതിസന്ധികളെ പാർട്ടി അതിജീവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 35.1%, 2024 33.35% വോട്ടുകൾ മാത്രമാണ് LDFന് ലഭിച്ചിരുന്നത്. ആ സന്ദർഭങ്ങളിലെല്ലാം ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ തെറ്റുകൾ തിരുത്തി തിരിച്ചുവന്ന ചരിത്രം ഇടതുപക്ഷത്തിനുണ്ടെന്നും സമാനമായ രീതിയിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. 10 വർഷത്തെ തുടർഭരണത്തിനു ശേഷം നേരിട്ട വലിയ പരാജയത്തിൽ മുന്നണിയെ നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫലം വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികരിക്കാത്തത് മാധ്യമങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. ഈ ചോദ്യത്തിൽ നിന്നും ഗോവിന്ദൻ മാസ്റ്റർ ഒഴിഞ്ഞുമാറി. മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കും എന്നായിരുന്നു മറുപടി. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ആഹ്ലാദ പ്രകടനത്തിന്റെ മറവിൽ പാലക്കാട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ നടന്ന അതിക്രമത്തെ പാർട്ടി അതിശക്തമായി അപലപിച്ചു.